നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. 2024 BSc നഴ്സിംഗിന് നീറ്റിന്റെ സ്കോർ ഇല്ലാതെ തന്നെ ഏതൊക്കെ കോളേജിലാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനമാണ് എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇന്ത്യയിൽ 14 സ്ഥാപനങ്ങളാണ് എയിംസിന്റെ തന്നെ ഉള്ളത്. BSc നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കുവാനായിട്ട് സാധിക്കുന്ന ഇന്ത്യയിലെ പ്രശസ്തമായ സ്ഥാപനമാണ് എയിംസിൻ്റേത്. ഏറ്റവും മികച്ച റെപ്യൂട്ടേഷൻ, മികച്ച പഠന രീതി, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്നിവയെല്ലാം എയിംസിലൂടെ പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും. എയിംസിൽ BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി നീറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. എയിംസ് സ്വന്തമായി നടത്തുന്ന എൻട്രൻസ് എക്സാമാണ് എഴുതേണ്ടത്. പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ 50% മാർക്കോടുകൂടി പാസ്സായവർക്ക് അപേക്ഷിക്കാം. എയിംസിന്റെ ആപ്ലിക്കേഷൻ ഫോം ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ആകുന്നത്. ജൂൺ 8-ാം തീയതിയാണ് എൻട്രൻസ് എക്സാം. എയിംസിന്റെ എൻട്രൻസ് എക്സാം എഴുതി അതിന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ള സീറ്റിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അടുത്തത് കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ലക്നൌവിലാണ് കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. ഇവിടെ നീറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി തന്നെ നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റാണ് എഴുതേണ്ടത്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവുക. നേഴ്സിംഗ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും അതുപോലെ GK നിന്നുള്ള ക്വസ്റ്റ്യനുകളും ഉണ്ടാകും. ടോട്ടൽ 200 മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. എൻട്രൻസ് എക്സാമിന് വേണ്ടി +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിച്ചാൽ മതി. ഓൾ ഇന്ത്യ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ഫെബ്രുവരിയിലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നത്. ജൂൺ മാസത്തിലാണ് എൻട്രൻസ് എക്സാം. മിനിമം ഏജ് 17 മുതൽ 35 വയസ്സ് വരെയാണ്. അടുത്തത് RUHS അഥവാ രാജസ്ഥാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. ഇവിടെ BSc നഴ്സിംഗ് കോഴ്സ് ഉള്ള കുറേ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ BSc നഴ്സിംഗിന് അഡ്മിഷന് വേണ്ടി നീറ്റ് എഴുതേണ്ട ആവശ്യമില്ല. RUHS തന്നെ നടത്തുന്ന എൻട്രൻസ് എക്സാമാണ് എഴുതേണ്ടത്. കോമൺ എൻട്രൻസ് ടെസ്റ്റാണ് ഇവിടെ അറ്റൻഡ് ചെയ്യേണ്ടത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ പഠിച്ചിരിക്കണം. OBC ജനറൽ വിഭാഗത്തിന് +2 45% മാർക്കും SC/ST വിഭാഗത്തിന് 40% മാർക്കും ഉണ്ടായിരിക്കണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. അടുത്തത് ABVMU അഥവാ അടൽ ബിഹാരി വാജ്പേയി മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇവിടെയും അഡ്മിഷന് വേണ്ടി നീറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ നടത്തുന്ന സ്റ്റേറ്റ് ലെവൽ എക്സാമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അടുത്തത് PGIMER അഥവാ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇവിടെ പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇവിടെയും കോമൺ എൻട്രൻസ് ടെസ്റ്റാണ് ഉള്ളത്. നീറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിൽ നിന്നാണ് എൻട്രൻസ് എക്സാമിന് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. എയിംസ്, KGMU, RUHS, ABVMU, PGIMER എന്നീ സ്ഥാപനങ്ങളിലാണ് നീറ്റ് എക്സാം എഴുതാതെ അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയെല്ലാം അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി നീറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ് തന്നെ നടത്തുന്ന സ്റ്റേറ്റ് ലെവൽ എക്സാമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ലെവൽ എക്സാമിൽ ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ലഭിക്കുക. 2023 കേരളത്തിലെ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷൻ +2ലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നു. LBS, PNC MAC, AIMS FNCK, CPAS തുടങ്ങിയ അസോസിയേഷനുകൾ വഴിയാണ് അഡ്മിഷൻ നടന്നത്. കേരളത്തിലെ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് നീറ്റ് എക്സാമിന്റെ സ്കോറോ അതുപോലെ സ്റ്റേറ്റ് ലെവൽ നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റിന്റെ സ്കോറോ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ 2024 മുതൽ എൻട്രൻസ് ടെസ്റ്റ് നടത്തി വേണം BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നൽകുവാനെന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അറിയിപ്പ് മുൻപ് ഉണ്ടായിട്ടുണ്ട്. 2024 കേരളത്തിലെ BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി എൻട്രൻസ് ഉണ്ടാകുമോ എന്ന കാര്യം കൺഫേം ആയിട്ടില്ല. കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ മാത്രമാണ് എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് ഫീസിൽ ഇളവ് ഉണ്ടാവുക. LBS വഴി BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കുന്ന SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഫീസിൽ ഇളവ് ഉള്ളത്. മറ്റ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് യാതൊരുവിധ ഇളവുകളും ലഭിക്കില്ല.
എന്നാൽ എയിംസ്, KGMU, RUHS, ABVMU, PGIMER എന്നീ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ലഭിക്കുന്ന ഏത് വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് ഫീസിൽ ഇളവുകൾ ഉണ്ട്. എന്നാൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ സാധിക്കുന്നത് എയിംസിന്റെ 14 സ്ഥാപനങ്ങളിലാണ്. ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിന് എയിംസ് നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റ് എഴുതി അതിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. +2-വിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന BSc നഴ്സിംഗ് പഠിക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾ ഇപ്പോൾ മുതൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മറികടക്കുവാൻ കഠിനമായ പരിശ്രമവും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സാധിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.